ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. പക്ഷെ എനിക്ക് സുഖമില്ല കേട്ടോ. എനിക്ക് പനി അടിച്ചു. സൗണ്ടൊക്കെ ഭയങ്കര ചുമയും എന്താ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. 2 ദിവസമായിട്ട് ഭയങ്കര തൊണ്ടവേദനയും തലവേദനയും ചുമയൊക്കെ ആയിട്ട് പിന്നെ ഷോപ്പിലും പോയില്ല. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിൽ വന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഒത്തിരി പേര് നമ്മൾ ക്രീംസും എന്തുവാ സെറമൊക്കെ യൂസ് ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അത് ഉപയോഗിക്കാത്തവർ വളരെ കുറവാണ്. വളരെ നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അതൊന്നും ഉപയോഗിക്കാത്തത്. അല്ലെങ്കിലും നമ്മളൊരു സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോഴത്തേനും ഒരു 30 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാസത്തിലൊരു ഫേഷ്യലൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം സ്കിൻ സാഗീകരിക്കാനും സ്കിന്നിന് നമ്മളെ ആ ടോൺ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും എന്ന് പറയാം, എല്ലാവരും മിക്കവരും ഇപ്പം ഷോപ്പിൽ വരുന്നവർ ചോദിക്കുക ഹോം റെമഡീസാണ് കൂടുതൽ എന്നോട് ചോദിക്കാറ് കേട്ടോ. എങ്ങനെ ചെയ്താൽ ശരിയാവും, ഇപ്പം എൻ്റെ സ്കിൻ എങ്ങനെയാണൊക്കെ. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതെന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്ക് അതറിയാം. ഓക്കെ, അപ്പോൾ ദൂരമുള്ളവർക്കൊന്നും അതറിയത്തില്ലല്ലോ. അപ്പം നമ്മുടെ ഫാമിലി തന്നെ ഉണ്ട്, നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെ ഉണ്ട് കുറച്ച് പേര്. അപ്പോൾ അവർക്കൊക്കെ എന്നെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഉള്ളതാണ് പറയുന്നത് സത്യമാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഹോം റെമഡീസൊക്കെ. അപ്പോൾ അതുപോലെ ഒരു ഹോം റെമഡീസ് കുറച്ച് നല്ല ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ചിലർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ പിള്ളേർ ഒരു 20-25 വയസ്സ് കഴിയുന്ന ഉള്ളവരൊക്കെ ആണെങ്കിലെന്ന് പറഞ്ഞാലും നേരത്തെ തന്നെ സ്കിന്നിന് ലൈൻസും കണ്ടാൽ ഒരു 30-ൽ മേളിൽ പ്രായം തോന്നിക്കും. നേരത്തെ തന്നെ നമുക്ക് സ്കിന്നിന് ഏജ് തോന്നിക്കുന്നത് എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ പ്രായത്തിൽ കൂടുതൽ പ്രായം പറയുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എപ്പോഴും എല്ലാവരും ചെറുപ്പമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ. അപ്പോൾ അതിന് മറ്റുള്ളവർ പറയുമ്പം നമുക്കൊരു വിഷമമാക്കിയേക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനൊരു കുഞ്ഞു റെമഡിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ പകൽ യൂസ് ചെയ്യണ്ട. കാരണം ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം വെച്ചാൽ നമ്മൾ സെറം അപ്ലൈ ചെയ്യുന്നത് രാത്രിയിലാണ് കുറച്ചും കൂടെ ബെറ്റർ. അത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മിക്കവരും എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രീംസും സെറമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും മിക്കവരും നമ്മൾ കുറച്ച് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നോക്കാറില്ല. കാരണം അത് ഡെയിലി യൂസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാവോ, അത് എത്ര നേരം സ്കിന്നിൽ വെക്കണം, അത് കഴിയുമ്പോൾ വാഷ് ചെയ്യണോ, അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ചിലർ നമ്മൾ ക്രീമോ എന്തെങ്കിലും ഫേസിലിട്ടാൽ രാത്രി കിടന്നുറങ്ങുന്നതാണ് അന്നേരം ചിലർ അത് ഇട്ടേക്കും. കാരണം വെച്ചാൽ അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വാഷ് ചെയ്യുന്നത്. അപ്പോഴത്തേനും എന്ത് പറ്റും, സ്കിന്ന് ഡാമേജ് ആവും. നമ്മളിപ്പോൾ തന്നെ ഒരു സൺസ്ക്രീം ഇട്ടാൽ ഇപ്പോൾ രാവിലെ ഇടുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഉച്ചയാകുമ്പോൾ മസ്റ്റായിട്ട് അത് വാഷ് ചെയ്തിരിക്കണം. കാരണം അതിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞു. ആ ഫുൾ ടൈം 24 അവർ നമുക്കൊരു കപ്പാസിറ്റി കിട്ടത്തില്ല. കാരണം ഉച്ച കഴിയുമ്പോൾ തന്നെ അത് ഡൗൺ ആയി. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് വീണ്ടും വേണമെങ്കിൽ നമുക്കൊന്നും കൂടി അപ്ലൈ ചെയ്യാം. ആ ഒരു രീതി. അപ്പോൾ അതാരും ശ്രദ്ധിക്കാറില്ല. എങ്ങനെ ചെയ്യണം, ഡെയിലി ചെയ്യേണ്ടതാണോ, നൈറ്റ് ചെയ്യേണ്ടതാണോ, എന്തെങ്കിലും ഒരു ക്രീം കിട്ടി അത് നേരെ വാരിത്തേക്കുക. അതാണ് നമ്മുടെ പൊതുവായിട്ടുള്ളൊരു രീതികളാണ് കേട്ടോ. ആരെയും കുറ്റപ്പെടുത്തിയതല്ല, പൊതുവെ അങ്ങനെയാണ്. അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നൈറ്റ് മാത്രം ചെയ്യുന്ന ഒരു സ്കിന്നിന് കുറച്ചും കൂടെ ആ ഒരു നമ്മുടെ എന്താ പറയുക, ആ ഒരു ടോൺ നിലനിർത്താനും കുറച്ചും കൂടെ നമ്മുടെ ഒരു കളറിനെ ഡിം ആകാതെ, കാരണം വെച്ചാൽ ടാൻ വരാതെ സൂക്ഷിക്കാനും, പിന്നെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ കുറച്ചും കൂടി കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഓവറോൾ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് സെറമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ 3 ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ. വൈറ്റമിൻ ക്യാപ്സുകൾ, പിന്നെ നമ്മുടെ ഗ്ലിസറിൻ, പിന്നെ വരുന്നത് നമ്മുടെ രക്തചന്ദനത്തിൻ്റെ ആ ഒരു വുഡിൽ തടി, അതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം എങ്ങനെയാണെന്ന് നോക്കിയ ശേഷം നമുക്ക് ബാക്കി പറയാം. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നവരാണെങ്കിൽ വേഗം വന്നോളൂ കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞത് മെയിനായിട്ട് വരുന്നത് നമുക്ക് മറ്റേതില്ലേ രക്തചന്ദനത്തിൻ്റെ തടി കേട്ടോ. ഇതിങ്ങനെ തന്നെ മേടിക്കണേ. കാരണം പൗഡർ ആണെങ്കിൽ അതിനകത്ത് കെമിക്കൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനൊക്കത്തില്ല. അപ്പോൾ ഇച്ചിരി റോസ് വാട്ടർ ഈ പ്ലേറ്റിൽ ഇച്ചിരി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇച്ചിരി റോസ് വാട്ടറിൽ ഇങ്ങനെ നമ്മൾ തൊട്ട് അരച്ചെടുക്കുന്നത് ഇങ്ങനെ കല്ലിൽ വെച്ച് നമ്മൾ ഉരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്ലിസറിൻ.
പിന്നെ വേണ്ടത് നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 3 വേണ്ട, 1 മതി കേട്ടോ. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചത് കൊണ്ട് 3 ഇരിക്കുന്നതേ ഉള്ളൂ, 1 മതി. ഓക്കെ. പിന്നെ നമുക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ അറിയാമല്ലോ. അപ്പം മെയിനായിട്ട് വരുന്നത് ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്, നമ്മുടെ രക്തചന്ദനത്തിൻ്റെ തടി, പിന്നെ ഇത്ര റോസ് വാട്ടറിൽ മുക്കി നമുക്ക് ചെയ്യാൻ സൗകര്യത്തിന് ഇങ്ങനെ ആക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ നൈറ്റിൽ നമ്മളൊരു ഫേസ് സെറം ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ. അപ്പം നമ്മളിത് റോസ് വാട്ടർ ടിപ്പ് ചെയ്തിട്ട് ഞാനിങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഞാൻ ഫുള്ള് കാണിക്കണോ വേണ്ടല്ലോ, വീഡിയോ ലെങ്ത് ആയി പോകത്തില്ലേ. ഞാനിത് കുറച്ച് ആക്കിയ ശേഷം കാണിച്ചു തരാം ബാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അരച്ചപ്പോൾ ഇത്രയുമാണ് കിട്ടിയത്. അപ്പം കുറച്ച് നമ്മൾ ഉരച്ചെടുത്താൽ ഇത്രയെങ്കിലും കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഡെയിലി യൂസിന് അപ്പോഴപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി എടുത്താൽ മതി, വെച്ച് സൂക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഡ്രോപ്പ് ഗ്ലിസറിൻ, ഓക്കെ, ഒരു ഡ്രോപ്പ് ഗ്ലിസറിനും ഒരു 2 ഡ്രോപ്പ് വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടും കൂടി എടുക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് ഇട്ട ശേഷം മിക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. കാരണം ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ. അപ്പം നമ്മളിതിനകത്തോട്ട് ഇത് കണ്ടില്ലേ, ഇത് ഗ്ലിസറിൻ, ഒരു ഡ്രോപ്പ് ഗ്ലിസറിനും ഒരു 2 ഡ്രോപ്പ് വൈറ്റമിൻ ഇ ക്യാപ്സൂളും ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു ഇതുപോലെ ഇരിക്കും കണ്ടോ. ഇതുപോലെ ഒരു സെറത്തിൻ്റെ ഒരു പരുവത്തിൽ ഇങ്ങനെ ഇരിക്കും. അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇപ്പം ഞാൻ വീഡിയോ പകരം എടുക്കുന്നതുകൊണ്ട് ഇടുന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നൈറ്റിലിട്ടാൽ മതിയേ. പിന്നെ നമ്മൾ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്കും ഒക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. കാരണം വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സെറമാണ്. നമ്മൾ ഒത്തിരി പൈസ കൊടുത്ത് നമ്മൾ എന്താ പറയുക, നമുക്ക് എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒരേ പ്രോഡക്റ്റ് തന്നെ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒത്തിരി പൈസ ആകത്തില്ലേ കയ്യിൽ നിന്നൊക്കെ ഒത്തിരി പൈസയാവും. ഇതാകുമ്പോൾ നമുക്ക് ഹോം റെമഡി അല്ലേ, നല്ല എന്താ സൈഡ് എഫക്റ്റും ഇല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതിലും മികച്ച റിസൾട്ടും കിട്ടും. അപ്പോൾ അതിന് നമ്മളെപ്പോഴും നല്ലത് ഇതുപോലുള്ളതൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നതാണ്. അതിനകത്ത് എന്തൊക്കെയാണോ നമുക്ക് അറിയാൻ പറ്റുമോ, അതിനകത്ത് എഴുതിയിരിക്കുന്നത് തന്നെ അതിനകത്ത് ആവണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഓക്കെ. അപ്പം അതുകൊണ്ട് നമ്മൾ എനിക്ക് കൂടുതലും ഹോം റെമഡീസാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഐറ്റം വെച്ചിട്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് തേക്കാമല്ലോ, സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഇത് ചിലർ ക്രീം ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ആക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ചുളിവുകൾ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ഫിംഗർ വെച്ചിട്ട്, കാരണം നെറ്റിയിലൊക്കെയല്ലേ കൂടുതൽ ലൈൻസ് വരുന്നത്, അപ്പം ഇങ്ങനെ. ഓക്കെ. പിന്നെ കണ്ണിൻ്റെ താഴെ നമ്മൾ ഈ സൈഡിലോട്ട് നന്നായിട്ട് കൊണ്ടുപോകണം. ഓക്കെ. അതുപോലെ ഇവിടെ. ഓക്കെ, കണ്ട ഇങ്ങനെ നിൽക്കണം. നമ്മളിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഷേപ്പ് അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ക്ലിയർ ആണല്ലോ അല്ലേ. പിന്നെ നമ്മൾ ശേഷമുള്ളത് ഇങ്ങനെ ഇടുക, പടനിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുക. അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അബ്സോർബായി പോകും. കാരണം വാട്ടർ ഒരു രീതിയല്ലേ, എന്താ പറയുക, ലിക്വിഡ് പോലത്തെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അത് അബ്സോർബായി സ്കിന്നിലോട്ട് ഇറങ്ങും. പിന്നെ നമുക്കൊരു 15-20 മിനിറ്റ് സ്കിന്നിൽ തന്നെ ഇട്ടേക്കുക. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. സോപ്പ് ഉപയോഗിക്കരുത്, മസ്റ്റാണ്. സോപ്പ് ഉപയോഗിക്കരുത്. ജസ്റ്റ് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക, മാറിക്കിടന്നുറങ്ങുക. ഒരാഴ്ച കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഓക്കെ അല്ലേ, ചെയ്യാൻ റെഡിയാണല്ലോ. സ്റ്റാർട്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. ചെയ്ത ശേഷം റിസൾട്ടൊക്കെ അറിയിക്കുക. പിന്നെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ,
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ഇതുപോലെയൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് നമുക്ക് ഇട്ട് വേണം നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ടാറ്റാ.